നിങ്ങളുടെ ഒരുപാട് കോംബോ പാട്ടുകൾ ഇഷ്ടമാണ്. അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഷിബുചേട്ടൻ്റെ പാട്ടുകളിൽ പാടവും ഒരുപാട് പ്രകൃതി വർണ്ണനയൊക്കെ കിടപ്പുണ്ട്. അത് പാടം പൂത്ത കാലം കണ്ണൂർ രാജൻ സാർ ചെയ്തു. അതേപോലെ മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, അത് രവീന്ദ്ര മാഷുമായിട്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ, സൂപ്പർ പാട്ടാണ്. നൊസ്റ്റാൾജിയ മലയാളിക്ക് ഉണ്ടാക്കുന്ന പാട്ടുകളിൽ പ്രമുഖ സ്ഥാനത്തിൽ തന്നെ ഒരു പാട്ടാണ് ഓർമ്മകളോടി കളിക്കുവാൻ. ആ ലിറിക്സ് കിട്ടുന്ന സമയത്ത് സാറിന് തോന്നിയ ഒരു എന്തായിരുന്നു ആ പാട്ടിന് പിന്നിലെന്ന് ഓർക്കാവോ? ലിറിക്സ് കിട്ടുന്ന നേരത്ത് ഒരു ആശ്വാസമാണ്. കാരണം ട്യൂൺ ഉണ്ടാക്കി മടുത്തു. എത്ര ട്യൂൺ ഉണ്ടാക്കുക, ഇതിനേക്കാൾ നല്ല ട്യൂണൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ കേൾക്കുന്ന ഇത് സെലക്ട് ചെയ്യുന്നതിന്റെ സംവിധായകൻ നല്ല അടിപൊളി സംവിധായകനാണ് പ്രിയദർശൻ. അദ്ദേഹം പാട്ട് പിക്ചറൈസ് ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടേണ്ട, അദ്ദേഹത്തിന് ഈ ട്യൂൺ വെറുതെ മൂളുമ്പോൾ അതിൻ്റെ അകത്തൊരു വരികളില്ലാത്ത കാരണം ഇത് ഞാനിങ്ങനെ ധർമ്മസങ്കടത്തിലിരിക്കുക, ഒരു തരത്തിൽ നമുക്കൊരു ഫെഡപ്പാവില്ലേ. ആ ഒരു സിറ്റുവേഷനിൽ ഇയാളിടയ്ക്ക് പുറത്തേക്ക് വരാന്തയിലേക്ക് പോയി, റൂമിൻ്റെ വരാന്തയിലേക്ക് പോയിട്ട് എന്തോ കുശലം ഒരു സുഹൃത്ത്, അതായത് ഉസ്മാൻ, രഞ്ജിനി ഉസ്മാനായിട്ട് എന്തൊക്കെയോ അവർ ഡിസ്കസ് ചെയ്തു. എന്തോ വർത്താനൊക്കെ കുശലം പറഞ്ഞു തന്നിട്ട് ഒരു ചെറിയ ഹോട്ടലിലത്തെ എന്ത് ഹോട്ടലാണ്, പാംഗ്രോ, ആ ഹോട്ടലിൻ്റെ ചായ കൂടി കൊണ്ടുവരുമ്പോൾ സൈൻ കൊടുക്കുന്ന ഒരു ബില്ല് ഒഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു 4 വരി ഇങ്ങനെ എഴുതി, 4 വരി. ഇത് നോക്കിയേ. അപ്പം ഞാൻ അത് കണ്ടു, കൊള്ളാം. പക്ഷേ ഇത് എന്താ ഉദ്ദേശം മനസ്സിലായില്ല. പാട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിത് നോക്കി, കൊള്ളാം, ഓർമ്മകളോടി കളിക്കുന്നു, മുറ്റത്തെ ചക്കരമാവിൻ്റെ ചുവട്ടിൽ എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൊള്ളാം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ട്യൂൺ പാടാൻ പറ്റില്ല. ഇദ്ദേഹം കൊണ്ടുവന്ന ആ ലിറിക്സിൽ ട്യൂണുണ്ട്. ഓർമ്മകളോടി, അല്ലാതെ അങ്ങനെ പാടുന്നു ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു, അങ്ങനെ പാടാൻ പറ്റില്ല കവിത പോലെ. ഇത് ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഇതിനപ്പുറത്തൊരു ട്യൂൺ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയദർശൻ്റെ എൻട്രിയാണ്. പ്രിയദർശൻ അതായത് 1000 വാട്ട്സ് ബൾബാണ് പുള്ളിയുടെ ഫേസിൽ. കാരണം എത്ര 2 ദിവസം ഇരുന്നിട്ട് ട്യൂണായില്ല. ട്യൂണായെങ്കിലല്ലേ ഇദ്ദേഹത്തിന് എഴുതാൻ പറ്റുള്ളൂ. ഇത് വിത്ത് ലിറിക്സ് ആണ്, ഒരു പല്ലവി. അവിടെ കൈയടിച്ച് പാസ്സായി. പിന്നെ ഞങ്ങൾ അതിന്റെ ചരണമൊക്കെ മനോഹരമായിട്ട് മനോഹാരിത അതല്ല, അതിന്റെ ഈ ആൾക്കാർ കേൾക്കാത്തൊരു ചരണമാണ് അതിന്റെ ഒറിജിനൽ. അതെ അതെ അതെ. കർക്കിട രാവിന്റെ കൽപ്പടവിൽ വന്ന് കാലം കടലാസ് തോണി കളിച്ചു, രാവു വെളുക്കുവാൻ ചോരുന്ന കൂരയിൽ കൂനിയിരുന്നു ബാല്യം, ഇന്നും ഓർമ്മകൾക്കെന്തു ബാല്യം. ഇതാണ് അതിന്റെ ഒറിജിനൽ ലിറിക്സ്. കാരണം ആ സമയത്ത് പ്രിയൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധമാണ്. റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു, പ്രിയനും എന്താ ശ്രീനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവര് വന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി പ്രിയന്റെ കെട്ടിപ്പിടുത്തത്തിനൊക്കെ സ്നേഹം ഇത്തിരി കൂടുതലില്ലേ എന്ന്. കാരണം അടുത്ത പാര വരണുണ്ടായിരുന്നു. ഇവിടെ ഇതാണ് പറയുന്നത്, നിങ്ങളെ ഒരു പാട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ എവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടാവും, ഗംഭീരമായിടും. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നം, വളരെ ചെറിയ പ്രശ്നമാണ്. അത് ആ സിസ്റ്റർ ക്യാരക്ടർ ഇല്ല. ട്യൂൺ നല്ലതാണല്ലോ, അതുകൊണ്ടിട്ട് അതൊന്ന് പ്രണയമായിട്ടൊന്ന് മാറ്റിയത് ചെറിയൊരു ആലോചിച്ച് നമുക്ക് മുഴുവൻ പാട്ട് എഴുതി കഴിഞ്ഞു. എന്നനുജത്തിക്ക് പൂനിലാവിൽ നിന്ന് പൊന്നിനുടയാട തീർത്തു വെച്ചു, വാനിടം നക്ഷത്ര വൈഡൂര്യ രത്നത്താൽ മാല കൊരുക്കയല്ലേ എന്റെ ഓമനയ്ക്കിന്ന് ചാർത്താൻ എന്നൊക്കെ എഴുതി അനിയത്തിക്ക് വേണ്ടി എഴുതി വെച്ചേക്കണ സാധനം മാറ്റിക്കോളാൻ. അതാണ് പിന്നെ മാറിയത്. അപ്പൊ തന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പക്ഷേ അവസാനം പ്രിയൻ നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ പൊന്നിൻ പൂത്താലി തീർത്തെടുത്തു, നീ ഒരു വോളം വാടാതിരിക്കുവാൻ ഞാനത് എടുത്തു വെച്ചു, എന്റെ ഹൃദയത്തിൽ എടുത്തു വെച്ചു എന്ന് പറയുന്ന സാധനം വന്നത് അവിടെ. അതാണ് അതിലെ ഏറ്റവും ഹുക്കിലതിനെ ഹൃദയത്തിലെടുത്തു വെച്ചു എന്നുള്ള ഈ സംഭവം. ഷിബുവിന് പേഴ്സണലി, ഷിബുവിന് മാത്രമൊന്നുമല്ല, ഇത് ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്ത മറ്റൊരു മഹാകവി ഉണ്ടായിരുന്നു നമുക്ക്,
ONV കുറുപ്പ്, ONV സാറ്, അദ്ദേഹത്തിന് ഇതിന്റെ മറ്റേ സംഭവം അത് ഇഷ്ടമല്ല എന്നല്ല, അദ്ദേഹം ഇതാണ് കേൾക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ട്. സാറിന്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ പാട്ട് കേട്ടിട്ട്. അപ്പൊ പ്രിയൻ ഒരു കോംപ്രമൈസ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാട്ട് നശിപ്പിക്കില്ല, ഇത് മിക്സ് ചെയ്തിട്ട് ഈ കാസറ്റിൽ തന്നെ ഉണ്ടാവും. ഈ സിസ്റ്റർ ഇത് അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അങ്ങനെ ആ കാസറ്റ് ഇറങ്ങിയപ്പോഴ് ഈ സിസ്റ്റർ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഏതോ എന്താ ഇതിൻ്റെ അകത്തൊക്കെ അത് അവൈലബിൾ ആണ്, വിങ്കിയിലോ മറ്റോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ പാട്ട് സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പിന്റെ ഇത് കേട്ടിട്ട് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ പാട്ട് കേട്ടിട്ട് എനിക്ക് എൻ്റെ നെച്ചൊക്കെ ഇതായിട്ട് പോയി. ചോരുന്ന കൂരയിൽ കൂനിയിരുന്നു ബാല്യം എന്നുള്ളത് അനുഭവിക്കാതെ എഴുതാൻ പറ്റില്ല. എനിക്ക് അറിയില്ലായിരുന്നടാ നിന്റെ ചെറുപ്പത്തിനൊക്കെ ഇങ്ങനെ ഒരു ഒരു സാഡ് മുഖം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ വീട്ടില് ഒരു കാലത്ത് ഒരു തുള്ളി വെള്ളം അകത്ത് വീണ് ചരിത്രമില്ല. അതുപോലെ സാറ് പാടത്തും പറമ്പിലും ഇറങ്ങാതെ തന്നെ ഒത്തിരി പാടവും പറമ്പും കൃഷിയൊക്കെ. അതെ, നമ്മള് കൃഷി ചെയ്ത് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കർഷക അവാർഡൊക്കെ എത്രയും പ്രാവശ്യം എനിക്ക് കിട്ടേണ്ടതാണ് എന്റെ പാട്ട് വെച്ചിട്ട്. പുഞ്ചവയലാണെങ്കിലും ഏതും കൃഷിയുടെ ഏത് കാര്യവും അത് ഹെയ്ലി സാറിന്, ഹെയ്ലി എന്ന് പറഞ്ഞിട്ട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു. ഇദ്ദേഹം പിന്നീട് ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ഡിസ്കഷൻ അദ്ദേഹം വന്നിരുന്നു. അപ്പൊ ഞാൻ വളരെ റെസ്പെക്റ്റോടു കൂടി ഇദ്ദേഹത്തിനെ താഴെ പോയി തന്നെ സ്വീകരിച്ച് എന്റെ ക്യാബിനിൽ കൊണ്ടുവന്നിരുത്തി. കാരണം അത്ര റെസ്പെക്ട് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ചെറിയ പ്രായം തുടങ്ങി ഇദ്ദേഹം മാതൃഭൂമിയില് കാർഷിക രംഗത്ത് എഴുതുന്ന ആർട്ടിക്കിൾ വായിച്ച് ആ വാഴക്കിപ്പോ വളയിടണമെന്നും ചീരക്കിപ്പോ കുരുവിടണമെന്നും ചീര എപ്പോഴൊക്കെ നനവ് തുടങ്ങണമെന്നും ഒക്കെ കൃത്യമായിട്ട് എനിക്കറിയായിരുന്നു. അതെന്തിന് ഞാൻ വായിച്ചിരുന്നു എന്ന് എനിക്ക് ഇന്നും അറിയില്ല. അല്ല, പക്ഷെ അതിന് എനിക്ക് ഉത്തരവുണ്ട്. എന്തിനു വായിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, തിരുനെല്ലിക്കാട് പൂത്തു തിനതിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ തിരികാവിൽ പോവാം കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം. അതിൽ തിരുനെല്ലിക്കാട് പൂക്കുന്നതും തിനതിന്നാൻ കിളിയിറങ്ങുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്തില്ലേ? തിന തിന്നാൻ കിളിയിറങ്ങി എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ അതിനകത്ത് തിന എന്താണെന്ന് അന്വേഷിച്ച് പോകുന്നത് ഇത്തരത്തിലുള്ള പാട്ടുകളിലൂടെയാണ്. അതെന്തായാലും ഞാൻ തിനകൃഷി നടത്തിയതല്ല, കേരള ഫോക്കിന്റെ ഇതിൽ കിടക്കുന്നതാണ്. കറുത്ത പെണ്ണേ എന്നുള്ള ദേവരായ മാസ്റ്റർ പാട്ടിന്റെ ഒറിജിനൽ കിടക്കുന്നത്, കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു കാട് വെട്ടി പദം വരുത്തി തിന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടാൻ അവളിറങ്ങി അവളുடைய വളകിലുങ്ങി. വളയാണ് അവിടെ നിന്നാണ് നമ്മള് തിനയുടെ കൃഷി തുടങ്ങിയത്. അതിലൊരു രസവും കൂടെ ഉള്ളത്, 2-3 പാട്ടുകളിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കോംബോയില് ഈ കിളിയാട്ടും പെണ്ണെ തിരികാവിൽ പോവാം കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാന്ന് പറയുമ്പോൾ അവൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, കരിവളയും ചാന്തും വേണ്ട, കണ്ണെഴുതാൻ കരിമഷി വേണ്ട, കതിരാടും പാടം കാക്കാൻ കുടിയിൽ നീ വേണം, കതിരെല്ലാം കൊയ്യും വരെയും കരളിൽ തീയാണേ എന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ കരിവളയും കന്മഷിയൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ആ സ്ഥലത്ത് സാറിൻ്റെ ഒരു മ്യൂസിക് വന്നിട്ടുണ്ട്. അത് ഈ ആധുനിക കാലഘട്ടത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അതൊരു തരത്തിലൊരു കളിയാക്കൽ ട്രോളിൻ്റെ ഒരു സ്വഭാവം അവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ടൻ 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 ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോലും മറന്നു പോയിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് രജനി സംസാരിക്കുമ്പോഴേ നമ്മളത് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല, അതിന് വേറെ ഡയമെൻഷൻ. എന്നിട്ട് എന്താണ് അതിനെ കുറിച്ച്? അതെ, അവിടെ ശരിക്കും ആ പെണ്ണ് പറയുന്ന മറുപടിക്കൊപ്പം അവിടെ മ്യൂസിക് വന്ന് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അതിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വരുന്നതല്ല. ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ വരികളും അതിൻ്റെ ഈണവും നമ്മുടെ ഹൃദയത്തിൽ കയറും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇപ്പോൾ വേറെ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ച് അവരുണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരികൾ അറിയുന്നില്ലേ, വല്ല തമിഴോ തെലുങ്കോ ഹിന്ദിക അവരൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ മ്യൂസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. നമുക്ക് ഈ വരി കൂടി അറിയാവുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്യണോ ഇവിടെ ഇങ്ങനെ ഒരു ബിറ്റ് വെച്ചാൽ എങ്ങനെയുണ്ട്. ഞങ്ങൾ തമ്മിലിരിക്കുമ്പോൾ കൂടുതൽ അതിൻ്റെ മ്യൂസിക് ബിറ്റുകൾ എന്തായിരിക്കണം ജോണർ എന്നുള്ള ഒരു ഡിസ്കഷൻ വരും. ഞാൻ ആ വരികൾക്കും കൂടി അപ്പം അക്കൂട്ടത്തിൽ വന്നിട്ടുള്ളതാണ് അതൊക്കെ. അതേ സാധനം ഇപ്പോൾ ഒരു പ്രാവശ്യം യാദൃച്ഛികമായി വന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത് കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറമ്പിയും പ്രിയദർശൻ സാറിന്റെ മുത്തശ്ശി കഥയിലുള്ള പാട്ടില് അതിലും ഉണ്ട് ഇതേപോലെ ചാരത്തു വന്നങ്ങാൻ കെട്ടിപ്പിടിച്ചാലോ. അതെ, അത് പിന്നെ അത് ഇടാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ആ കീബോർഡിൽ നിന്ന്
ഉണ്ടാക്കാൻ പാട്. കാരണം അന്ന് കാലത്ത് ഈ കമ്പ്യൂട്ടറൊന്നുമില്ല. ഞാനിത് ഗിറ്റാറും എൻ്റെ ഹാർമോണിയത്തിൽ വായിച്ചുകൊണ്ടാണ് ഈ പാട്ട് പ്രിയനെ കേൾപ്പിക്കുന്നത്. പ്രിയൻ ഒറ്റ വാക്കാ പറഞ്ഞല്ലോ, പാട്ട് എങ്ങനെ വേണമെങ്കിൽ ബിജിയും ചെയ്തു, പക്ഷെ ഇപ്പൊ വായിക്കുക ഇത് ഇങ്ങനെ തന്നെ വരണം. അങ്ങനെ പക്ഷേ ഹാർമോണിയത്തിൽ വായിച്ചാൽ ശരിയാവില്ലോ, റെക്കോർഡ് ചെയ്യുമ്പോൾ മെനക്കിടാം. അപ്പൊ അത് ആ കീബോർഡ് വായിക്കുന്ന ആൾക്ക് അത് ടോൺ സെലക്ട് ചെയ്ത് അവസാനം നല്ലൊരു ടോണിൽ സെറ്റ് ചെയ്തു. അതൊക്കെ ഈ പാട്ട് ശരിക്കും സ്ട്രൈറ്റ് അവേ ഉണ്ടായോ? എല്ലാ പാട്ടുകളിലും ചെറിയൊരു ഫ്രിക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള സൗഹൃദമൊക്കെ ഉണ്ടാവും. കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പ് ഇത് തന്നെ. ഈ കമ്പോസിങ് ടൈമിലുള്ള രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയുന്നതിന് വേറൊരു ഡയമെൻഷനാണിത്. കാരണം വെച്ചാല് കമ്പോസിങ് ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇന്നത്തെ പ്രിയനോ ഇന്നത്തെ ഫിലിം മേക്കിങ്ങോ അല്ല അന്ന്. പലപ്പോഴും നമ്മളിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ സബ്ജക്റ്റ് ഉണ്ടാവില്ല, സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ സിറ്റുവേഷൻ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് പാട്ടിന്റെ സിറ്റുവേഷൻ പ്രിയൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അങ്ങേറ്റം കൺവിൻസിങ് ആയിരിക്കും, നമുക്കത് ധാരാളമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അടുത്ത് പ്രിയൻ പറയുന്ന മുത്തശ്ശി കഥയുടെ ഇതില് പ്രിയ ഇതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തിനാ പാട്ടുണ്ടാക്കുന്നത്? സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് പെട്ടെന്ന് പാട്ട് വേണമെന്ന് പറഞ്ഞേക്കുന്നത്. പാട്ടുണ്ടാക്കി അതിന്റെ ഫീലിൽ വേണം അതിനോടനുബന്ധിച്ചിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ. ഇത് ഇദ്ദേഹം മാത്രമല്ല, അങ്ങനെ ചില ഡയറക്ടേഴ്സ്, ഒരുപാടൊന്നുമില്ല. ഫാസിൽ സാറ് ആദ്യം നമ്മളുടെ അടുത്ത് കമ്പോസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു കഥയായിരിക്കും, അത് കഥ കേൾക്കാം, സ്ക്രിപ്റ്റ് കേൾക്കാം. ആദ്യം 4 or 5 പാട്ട് നല്ലത് സിറ്റുവേഷൻസ് പറയും, അതിനുണ്ടാക്കണം. അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ സ്ക്രീൻ ത്രെഡ് ഉണ്ടാവും. പക്ഷെ എൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന ആ വൈഡായിട്ടുള്ള സാധനം ഉണ്ടാവുന്നത് ഇതിന്നാണ്. പലപ്പോഴും സ്ക്രീൻ പ്ലേ ഉണ്ടായതിനു ശേഷം പാട്ടുണ്ടാക്കുമ്പോൾ പാട്ട് വളരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൺ ദോ ആ സിറ്റുവേഷൻ അത് 100% അല്ലെങ്കിൽ പുള്ളി അവിടെ സ്ക്രിപ്റ്റ് തിരുത്തി എഴുതി അത് 100% ആക്കും ഈ പാട്ട് ഉൾക്കൊള്ളിക്കാൻ. അങ്ങനെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന സംവിധായകരാണ്. അതുപോലെ പ്രിയൻ അങ്ങനെ തന്നെ. ഈ ഒരു സാധനം കിട്ടി ഇതിന്റെ ഊർജ്ജത്തിലാണ് പിന്നെ സ്ക്രിപ്റ്റ് അടിപൊളിയാവുന്നത്. അപ്പൊ ഈ ഇതിന് ആകെ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പൊ നമ്മള് എന്ന് പറഞ്ഞാല് കടപ്പുറത്ത്, അപ്പൊ കടലിൽ മഴ പെയ്യുന്നത് താൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കൊച്ചിയിലുള്ള നമ്മളെ സമയത്തോളം ഞങ്ങള് കടലിൽ മഴ പെയ്ത് തുടങ്ങുമ്പോ മഹാരാജസിന്റെ മുൻപിലുള്ള പാർക്കിൽ നിന്ന് മെല്ലെ നടന്ന് കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ടേ മഴയെത്തുള്ളൂ. അപ്പൊ കടലിൽ മഴ പെയ്യുന്നത് നമുക്ക് വളരെ ഫെമിലിയറാണ്. അപ്പോൾ കടപ്പുറത്ത് മഴ പെയ്തിട്ട് വിനീത് ഓടി വരികയാണ്. വിനീത് ഓടി വരുമ്പോൾ ഈ കരയിൽ കയറ്റി വെച്ചിരിക്കുന്ന വള്ളത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഓലയുടെ തുമ്പത്തുനിന്ന് വീഴുന്ന വെള്ളം, അത് നിരോഷ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ നെറ്റിയിൽ വീണ് കുങ്കുമം പടരാൻ തുടങ്ങുമ്പോൾ ഇവൻ കൈവച്ച് കൊടുക്കുക, വെള്ളം വീണത് ഒഴുകാതിരിക്കാൻ. ഇവിടെ നിന്ന് പാട്ടിലേക്ക് പോകുന്നു. നമുക്കിത് ധാരാളമാണ്. പലപ്പോഴും കുങ്കുമത്തിന്റെ ആ ഒഴുക്ക് തന്നെ ധാരാളമാണ്. പലപ്പോഴും കുങ്കുമം ഉണ്ടാവാറില്ല, ഭസ്മം ഉണ്ടാവാറില്ല. അപ്പൊ ഇത്രയും കൊണ്ടിട്ട് തന്നെ. പക്ഷേ അപ്പൊ ഇയാള് പിറ്റേ ദിവസം തന്നെ പാട്ട് റെക്കോർഡ് ചെയ്യണം. ഇതിന്റെ ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ഇയാൾ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് എഴുതിത്താ. ഇപ്പൊ ഇയാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എഴുതുന്നത് വലിയ താല്പര്യമില്ല. കാരണം വെച്ചാല് ഇയാൾ എന്തിട്ട് കഴിഞ്ഞാലും എഴുതാൻ പറ്റുമെന്നുള്ള ഉള്ളിലൊരു അഹങ്കാരം നമുക്കുള്ളതുകൊണ്ടിട്ട് താൻ ട്യൂൺ ഇട്ടാ മതി, എന്തെങ്കിലും എഴുതിത്താ ഇന്ന് ഇയാളെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, താൻ ട്യൂൺ ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഞാനും നിൽക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തു വന്നു. നല്ല മഴ. മദ്രാസിൽ പതിവില്ലാത്ത മദ്രാസിലെ മഴയ്ക്ക് നമ്മുടെ ഇവിടുത്തെ മഴയേക്കാൾ ശക്തി കൂടുതലായിരിക്കും. കാറ്റും അടുത്ത കോമ്പൗണ്ടിൽ നിൽക്കുന്ന ആര്യവേപ്പിന്റെ ഇലയില് മഴവെള്ളം ഇതായിട്ട് ആര്യവേപ്പിന്റെ ഇലയ്ക്ക് ഇങ്ങനെ ഇതിനിടക്ക് ഒരു കാറ്റ് വന്നിട്ട് ഒരടി അടിച്ചിട്ട് ഇതിലെ വെള്ളം മുഴുവൻ എൻ്റെ മേത്ത് ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് പോയി. അപ്പൊ എനിക്ക് തോന്നിയതാണ്, കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പി കണ്ടാൽ അറിയാമോ കാട്ടുപോകെ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപോകെ. ഇപ്പൊ എനിക്കിഷ്ടായി. അപ്പൊ ഞാൻ നേരെ റൂമിലേക്ക് ചെല്ലുമ്പോ ഇയാള് അവിടെ ട്യൂൺ കിട്ടിയിട്ട് വന്നു. നമ്മുടെ മിണ്ടല്ലേ, കാരണം ഇത് വിട്ടു പോരുന്നില്ല. ഞാൻ വേഗം എഴുതിക്കൊണ്ട് ഇയാൾ പറഞ്ഞു, താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ട്യൂൺ ഇട്ടത്. ഞാൻ ചോദിച്ചു, താൻ പറഞ്ഞിട്ടല്ലേ ഞാനിത് എഴുതിയത്. അവസാനം ഇയാള് ഞാൻ അങ്ങനെയാണെങ്കിൽ ആ ട്യൂണില്
ആ ട്യൂണിൽ പാടാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ. ഉം. പക്ഷേ ഇയാളുടെ ട്യൂണിൽ അത് പെർഫെക്റ്റ് ആയിരുന്നു. ആ ട്യൂണിലാണ് അത് ഏറ്റവും നന്നായിട്ട് പാടാൻ പറ്റുക. അതായത് ഞങ്ങളുടെ ചിന്തകൾ ഒരേ വേവ് ലെങ്തിലാണ്. എനിക്ക് വരികൾ അവിടെ സങ്കല്പിക്കാൻ പറ്റില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു ഭാവം ഞാൻ കണ്ടു. ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതെന്താണെന്ന് ഇയാൾക്ക് പാടാൻ പറ്റില്ലെങ്കിലും അവിടെ ഇങ്ങനെയാണ് ഒരു ട്യൂൺ വന്നാൽ അതിന് വേണ്ട വരികൾ എന്താണെന്നാണ് ഇത് എഴുതിയത്. അടിപൊളി. അല്ല ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കില്ല കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തള്ളുകഥയാണെന്ന് പറയും. ഇത് തള്ളുന്നതാണെന്നൊക്കെയല്ലേ പറയുള്ളൂ. ഇത് പക്ഷേ റിയാലിറ്റി ആണ്. കാരണം അതിന് തെളിവുണ്ട്. ആരാന്നറിയോ, ഞാൻ ഈ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ഇളയരാജ സാറിൻ്റെ ജ്യേഷ്ഠൻ പാവലർ ബ്രദേഴ്സ് അവരുടെ ഒരു മകനുണ്ട്. ഇവൻ അന്ന് എൻ്റെ കമ്പോസിങ് ഗിറ്റാർ വായിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അവന് ഇതുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വല്ലടിച്ചിട്ടാണ് ഈ ട്യൂൺ ഞാൻ പാടുന്നത്. പാടി ഉണ്ടാക്കിയതാണേ. അപ്പോഴേക്കാണ് ഇയാൾ വരുന്നത്. ഇത് പാടി കേൾപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിന് മുമ്പ് ഇയാൾ ബഹളം വെച്ചിട്ട് അത് നോക്ക് ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് കോമ്പിനേഷൻ ആ ഒരു ലിറിക്കൽ പാറ്റേൺ ഉണ്ടല്ലോ. കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ, കരൽ കണ്ടെന്നറിയാം. ആ ഒരു ഫ്രേസ് ഒരു പക്ഷെ ഇയാളൊരു ട്യൂൺ ഇട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ അതിന് എനിക്കിപ്പോഴും അതിലൊരു ചെറിയ സങ്കടം. അതിപ്പോൾ പറയാലോ, അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. ആ പാട്ട് അന്നൊക്കെ എല്ലാത്തിനും ഒരു സ്പീഡാണ്. സ്പീഡ് വേണം, സിറ്റുവേഷൻ അല്ലെങ്കിൽ ലാഗാവും, അല്ലെങ്കിൽ ആ പടത്തിന് വേണ്ടുന്നൊരു സ്പീഡുണ്ട്. ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കി. ഇത് ഭയങ്കര മെലോഡിയസാണ്. പക്ഷെ കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപൂവേ. ഓർക്കസ്ട്രയൊക്കെ വന്നിട്ട് ഭയങ്കര അടിപൊളി. ശരിക്കും കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപൂവേ എന്ന് പാടിയിരുന്നെങ്കിൽ അത് ഹൃദയത്തിൽ കിടന്ന് തുള്ളു. ഇതിപ്പോ ശരീരമാണ് തുള്ളുന്നത്. പക്ഷെ ഈ പാട്ട് ഇപ്പോഴും ഞങ്ങള് അല്ല, ഇതൊക്കെ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇയാളോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്കത് കുറച്ച് ഒരു പൊടി ടെമ്പോ, ഇത്രയൊന്നല്ല, ഇപ്പൊ ഉള്ളതിനേക്കാൾ സ്വല്പ ടെമ്പോ കുറഞ്ഞിരുന്നെങ്കിൽ പാടുന്ന ആൾക്കും കുറെ കൂടി ഭാവാത്മകമായിട്ട് അത് പാടാൻ പറ്റും. എടാ അത് എനിക്ക് മറ്റൊരു പാട്ടിലും തോന്നിയിട്ടുണ്ട്. ഏതാണെന്നറിയോ, വീണ്ടും നമ്മുടെ ആദ്യത്തെ പടം അതിലെ ദൂരെ അത് ആ ടെമ്പോലായിരുന്നെങ്കിൽ, ആ ടെമ്പോലല്ല പാട്ട് അല്ല. ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൽ പൂവാകെ നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ. ബിച്ചുവേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. ബിച്ചു പറയും ആ ഇമാജിനേഷൻ വരികളിലൂടെ ആവണി തിങ്കൾ, അത് വല്ലാത്തൊരു നൊസ്റ്റാൾജി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതിന്റെ ടെമ്പോ കയറി നിൽക്കുന്നത്, അതേസമയം അതിന്റെ ടെമ്പോ ഇറങ്ങി ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൽ പൂവാകെ നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ ദൂരെ മാമലയിൽ. ഇന്നൊക്കെ പാട്ടുകൾ സ്ലോ ആ. ഇന്നത്തെ പാട്ടിന് ആ സ്പീഡ് വേണമെന്നില്ല. പിക്ചറിൽ സ്പീഡ് ഉണ്ടാവും, ക്യാമറ നല്ല കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പാട്ടിന് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള സ്പീഡ് ഡപ്പാങ്കുത്ത് സോങ്ങുകൾക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെ ചില പാട്ടുകൾക്ക് ഇപ്പം നമ്മൾ കേട്ടിട്ട് ആസ്വദിക്കുന്ന പാട്ടുകളൊക്കെ അന്ന് ആ കുറച്ച് ടെമ്പോ കുറഞ്ഞിരുന്നെങ്കിൽ അതൊരു അപാര പാട്ടായിട്ട് എവർ ഗ്രീൻ സോങ്സ് ഇന്നും ആൾക്കാർ മൂളിപ്പാട്ടുകൊണ്ട് ഇരിക്കുന്ന പാട്ടായിരുന്നു. മുത്തശ്ശി കഥയില് നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരേന, അതിനകത്ത് ഒരു മുത്തശ്ശി ഇങ്ങനെ അത് അന്നത്തെ ടെക്നോളജിയിൽ അത് എന്തിലാ ഇട്ട സാറേ? അന്ന് പിയാനോ കീബോർഡ് തന്നെ ഇട്ടതാണ്. ഒരു സൗണ്ട്. പക്ഷെ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ഇതുണ്ട്. വേറൊന്നുമല്ല, പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവിൽ കുങ്കുമം ആരു തന്നു. അതൊന്ന് പാടൂ സാർ. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവിൽ കുങ്കുമം ആരു തന്നു. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു
പൂവേ പൂങ്കവിൽ കുങ്കുമം ആര് തന്നു, പുലർവേള തൻ പൂഞ്ചോലയിൽ നീരാടിയൻ ആരോമലാൽ ഇതിലെയും വന്നു. അടിപൊളി. സാർ എന്തോ പറയാൻ തുടങ്ങിയായിരുന്നു അതിനെ പറ്റി? ആ ഫീൽ ഞാനിങ്ങനെ ഒന്ന് ഒഴുകിയതാണ്. ഇതിൽ വേറെ ഇതിൽ ഫീല് ഞാൻ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നന്നായിട്ട് പാടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയും. ഞാനിത് ചിലപ്പോൾ എൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി പാടുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് ഈ പാട്ട് പാടും. പൂവിനെ കണ്ടു ഞാൻ മോഹിച്ചു ചോദിച്ചു. ഇത് പറയുമ്പോൾ അവളുടെ ഫേസിലൊരു ഗ്ലോ വരും. ഇതാണ് നമ്മുടെ ഇന്ധനം. അപ്പൊ പിന്നെ അവിടെ ഫുൾ റൊമാൻസ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ റൊമാൻസ് പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മിക്കവാറും കമ്പോസിങ് ഇവരെ വീട്ടിൽ തന്നെ ആയിരിക്കും. എത്രയോ പാട്ടുകൾ ഞാനിപ്പോഴും ഓർക്കുന്നത്. എടോ നമ്മളെ VKPയുടെ കർമ്മയോഗി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുന്നില്ലേ? കർമ്മയോഗി എന്ന് പറയണ, അപ്പൊ അത് എൻ്റെ ഒരു ട്രാക്കേ അല്ല. അപ്പോ അതിൽ വേണ്ട ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം പാട്ടൊക്കെ ഞാൻ കൺസീവ് ചെയ്തു. പക്ഷെ ഇതുവരെ ഞാൻ എഴുതാത്തൊരു പാറ്റേൺ ആയിരുന്നു. മലർമഞ്ചരിയിൽ വണ്ടിനെ തളിരതരത്തിൽ മധുനുകര അണയൂ നീ അണയൂ മൃദുവദനേ. വരികൾ ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല അത് മനോഹരമായിട്ട് ആ രഞ്ജിത്ത് വെസ്റ്റേൺ ഇംഗ്ലീഷ് പാട്ട് പാടുന്ന സ്റ്റൈലിൽ പാടുന്നുണ്ട്. പക്ഷെ അവന് ഈ കർണാട്ടിക് സ്വഭാവമുള്ള ഈ പാട്ടുണ്ടല്ലോ അതിമനോഹരമായിട്ട് പാടി. ഒപ്പം മറ്റേ ചിന്മയും പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് രഞ്ജിത്ത് പാടിയത് വാസ് എക്സലന്റ്. ഞാൻ ഇവരുടെ വീട്ടിലിരുന്ന് ചെയ്താ. ഇതിന് വേറെ കാര്യം കൂടി ഇല്ല, ഒരു സ്റ്റോറി. ഇത് വേണമെന്നില്ല, ഞാൻ പറയാം അതിൻ്റെ സംഭവം. അതായത് ഈ പാട്ടിനെ കുറിച്ചിട്ട് ചില സമയത്ത് ചില സംവിധായകർ ഓരോ പാട്ടുകൾ നമ്മളുടെ അടുത്ത് പറയും. അവർക്ക് വേണ്ടുന്ന പാട്ട് പ്രാണനാഥൻ എനിക്കു നൽകി പരമാനന്ദ മറ്റൊരു പാട്ട് ഇരേമൻ തമ്പിയുടെ വരികൾ. ഇതിനെ വെല്ലുന്ന പാട്ടുണ്ടാക്കണം. ഞാൻ പറഞ്ഞു അതിനെ വെല്ലുന്ന പാട്ടുണ്ടാക്കാൻ പറ്റില്ല, ഈ സിറ്റുവേഷന് യോജിച്ചൊരു പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയതാ. പക്ഷെ നല്ല ഫീലിൽ വന്ന പാട്ടായിരുന്നു. പക്ഷെ പടമൊന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് പ്രകാശ്. പ്രിയൻ സാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലാണ് തീരം തേടുവോളം പ്രേമഗീതങ്ങൾ തന്നു ഈണം ചേർത്ത്. ക്ലാസിക്കൽ കീർത്തനായിരുന്നില്ലേ? നാട്ട ബേസ് ചെയ്ത് മഹാഗണപതി എന്ന് പറയണ തീരം തേടുവോളം പ്രേമഗീതങ്ങൾ തന്നു. മഹാഗണപതി അതിലല്ലേ ഇപ്പൊ പാടാൻ പറ്റുന്നില്ല. പക്ഷെ അത് വാദിച്ച് പാടി രണ്ടുപേരും, സുജാതയും ശ്രീകുട്ടനും. അല്ല, അത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം വെച്ചാല് അതുപോലൊരു ഫ്രൈസില് ഇതുണ്ടാക്കി എടുക്കുക എന്ന് പറയണത്, എഴുതിയെടുക്കുക എന്ന് പറയണത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അല്ല, ഇതില് ഞാൻ ഷിബുവിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല. ഷിബു ഇപ്പൊ കുറേശ്ശെ പാടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അത് ആരോ ട്രെയിൻ ചെയ്ത് എനിക്കറിയില്ല. ഇപ്പം പാടുന്നു. പണ്ട് പാടില്ല, പറയുള്ളൂ. അതിങ്ങനെ കവിത ചൊല്ലുമ്പോൾ വാങ്ങിച്ചാനൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഷിബു പാടണ്ട, ഞാൻ പാടിക്കോളാം. അങ്ങനെയുള്ള ഷിബു പാട്ട് പാടാനും പോലും ഷിബുവിന് പറ്റാത്ത ഈ ട്യൂണുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ അതിന് വരി എഴുതി വരുമ്പോൾ എന്തൊരു ബ്ലെൻഡാണെന്നറിയോ. അതായത് ഒരിക്കലും നമുക്ക് ഉള്ളിൽ കയറ്റാൻ പറ്റാത്ത, അതായത് ഒരിക്കലും നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വരികൾ എഴുതാൻ പറ്റാത്തൊരു ട്യൂൺ ഞാൻ ഒരിക്കൽ കൊടുത്തു. നമ്മുടെ പ്രാഞ്ചേട്ടൻ കിനാവിലെ ജനാലകൾ. അത് കിനാവിലെ ജനാലകൾ
തുറന്നു വന്നതാരാണോ. ഇത്രയും ഓക്കെ, ഇതൊക്കെ സിമ്പിളാ. ഇതിന് ട്യൂണ്, ഈ ട്യൂണിന് വരി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മനോഹരമായിട്ടുള്ള വരികൾ എഴുതി വെച്ചിരിക്കുന്നത് അറിയുമോ. ഇത് കേൾക്കുമ്പോ തന്നെ അന്തം വിട്ട് പോകൂലേ? അല്ല, ഇത് ടഫാണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? നമുക്കെല്ലാം ടഫാണ്. അല്ലല്ല, this is quite tough. അതായത് ഒരു പാട്ടിന്റെ ചരണത്തില് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ എൻ്റെ കൂടെ അന്ന് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത് ഗോപി, കീബോർഡ് പ്ലെയർ. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമല്ല. ഒരു പല്ലവി ഉണ്ടാക്കി ആ രഞ്ജിത്തിനോട് ആദ്യം ഒരു ട്യൂൺ കേൾപ്പിച്ച രഞ്ജിത്തിന് അതല്ലോ നമുക്കൊരു ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ജം ഭജം ചം ചം ഒരു റെക്കോർഡിങ് പാറ്റേണിൽ ഒരു ഹമ്മിങ്. അന്ന് സബ്ജക്റ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പം അത് അങ്ങനെ വേണമെന്ന്, അന്ന് അത് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് കിനാവിലെ തറാര അത് പറഞ്ഞ വഴിക്ക് ഓക്കെ. പല്ലവി കഴിഞ്ഞപ്പോൾ പാട്ട് ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും കേൾക്കണ്ട പുള്ളിക്ക്. അത് ചരണം അനുകൂല, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അത് നമുക്ക് പിന്നെ ഇത് ഓക്കെ ആവില്ല എന്നുള്ള ഒരു സൈഡിൽ ഇതുണ്ട്. ചെന്നൈയിൽ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഗോപി പല്ലവി പ്രോഗ്രാം ചെയ്യും. പല്ലവിയുടെ ബാക്ക്ഗ്രൗണ്ട് അവനാണ് അത് കീബോർഡ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. വോയിസ് ഒക്കെ ഇട്ടിട്ട് തുടക്കത്തിൽ ഭയങ്കര ഗ്രിഗോറിയൻ വോയിസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. ചരണം വന്നപ്പോൾ ചരണം ഇല്ലല്ലോ, ചരണം എന്താ ചെയ്യുക? അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു AKG 214 മൈക്ക് അത് ഇങ്ങോട്ട് വെച്ചാൽ നീ വായിച്ചോ, ഞാൻ പാടാം. പാട്ട് പാടി, ഇപ്പം ഞാൻ നേരത്തെ പാടിയില്ലേ, ഈ സാധനം അതേപോലത്തെ ഒറ്റടിക്കുക പാടുകയാണ് ഈ സാധനം. അതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് കൂടി പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പീഡായിട്ടുള്ള സാധനമൊക്കെ പാടി. അവൻ രണ്ട് കേട്ടു, ഓ ഞെട്ടി. അവന്റെ ആ എക്സ്പ്രഷനാണ് എനിക്ക് ഭയങ്കര ഒരു ഊർജമായത്. അതായത് ഇതുവരെയും കേൾക്കാത്ത പോലെ ഒരു 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 അപ്രോച്ച്. അല്ല, ഇത് നമ്മളിതിപ്പോ വലിയ സംഭവം ഒന്നും പറയുന്നില്ല, പക്ഷെ ആ അപ്രോച്ചിനെ ശരിയാക്കിയത് ഇങ്ങനെ വരികൾ. അല്ലെങ്കിൽ ആ അത്രയും വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്നെ തെറിച്ചു പോയി വിചാരിച്ചാൽ അത് ഇയാൾ വാശിക്കെടുത്തു. എന്നിട്ടോ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണോ അത് എഴുതുന്നത്? അല്ല, ഫോൺ, സെൽഫോൺ. ഞാൻ ഇവിടുന്ന് പാടും, അപ്പൊ അങ്ങനെ എഴുതും. അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതും കൂടി പറയാം. അതായത് ഇത്രയേ ഉള്ളൂ, വരികൾ വിട്ടേക്കുക, അത് നിങ്ങൾ കേട്ടാൽ മതി. കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഈണത്തിൻ്റെ ഇത് പറയാം. ഇതാണ് ഞാൻ കൊടുത്ത പറയുന്ന ട്യൂൺ. ഷിബു അത് വരികൾ എഴുതുക. അതായത് ഒരു അടി കഴിഞ്ഞിട്ട് വൺ ടരര എന്ന് പറയണോ, വൺ ടരര ഒരു ഒരൊറ്റ വാക്ക് കൂടുതലാണ്. ഇത് എപ്പോ നോക്കിയാലും ഗായത്രി ആയാലും ഫ്രാങ്കോ ആയാലും സ്റ്റേജിൽ പാടുമ്പോൾ വൺ ടരര എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, അര ബീറ്റ് കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തകിടം പറയും. പലപ്പോഴും തകിടം പറയാറ് തുടക്കത്തിൽ. ഇപ്പൊ ഒരു സ്റ്റഡിയുടെ ഇപ്പൊ ഗായത്രിയൊക്കെ വളരെ ഇത് കാലഘട്ടത്തിൽ തുടങ്ങണം. വൺ ടരര ഞാൻ മനസ്സിലായല്ലോ. 1 2 3 1 2 3 1 സിമ്പിളാ. മറ്റേത് 1 2 3 1 2 3 ഇതിപ്പോ ഞാൻ ട്യൂണായിട്ട് പാടുമ്പോ എല്ലാവരും കിട്ടണമെന്നില്ലേ. അപ്പൊ അതിന്റെ വരികൾ പറയുകയാണെങ്കിൽ, ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ, ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ. എന്തൊരു വിഷ്വലാണ്. അപ്പം അങ്ങനെ ഒരു വരി വന്നപ്പോ അത് പിന്നെ മാറ്റുന്ന പ്രശ്നമില്ല എനിക്ക്. ഞാൻ അത് മാറ്റാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു താളം അടിക്കുന്നത് പിന്നീട് ആലോചിച്ചേ. ചുമരുകളിൽ മനം എഴുതിയ ചിത്രം. അപ്പൊ താളം ട്യൂൺ കൊട്ടിന് അപ്പൊ ചുമരുകളിൽ മനം എഴുതി മറിഞ്ഞു പോവാണ്. ചുമരുകളിൽ മനമെഴുതിയ ചിത്രം കണ്ട ഇവനുണ്ട. ഇതെന്തോടും ഇത് എങ്ങനെ ചെയ്യും? പക്ഷെ ഇത് ട്യൂണും ലിറിക്സും വിടാൻ പറ്റില്ല, ട്യൂണും വിടാൻ പറ്റില്ല. അവസാനം ഞാൻ പറഞ്ഞു ഒരു സൂത്രമുണ്ട്,
ചുമരുകളിൽ മനമെഴുതിയ ചുമരുകളിൽ മനമെഴുതിയ ചുമരുകളിൽ മനമെഴുതിയ ചിത്രം, ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ. പാടുള്ള പരിപാടിയാണ്. അത് മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇനി അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. കള്ളിയൊക്കെ പുറത്ത് ഇതൊക്കെ ജനം തിയേറ്ററിൽ ഇരുന്നിട്ട് കണ്ടു. ഞാൻ ഈ പാട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. റെക്കോർഡിംഗ് ഒക്കെ മിക്സിങ് സമയത്ത് ഞാൻ പാട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. വീട്ടിൽ പാട്ട് കേൾക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് താളം തെറ്റി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ എഞ്ചിനീയർ. അവരൊരു കാൽ വിറ്റ് പോയി. എന്നിട്ട് അപ്പം ഞാൻ ചെന്നൈയിലാണ്. ഗായത്രി സാറേ അതെന്താ ചുമരുകൾ, അതെന്താ അവിടെ താളം തെറ്റി പറഞ്ഞു പോണത്? ഇത്തച്ചിയെ എഡിറ്റ് ചെയ്തത് അവനത് പിടികിട്ടിയില്ല. അവൻ വിചാരിച്ചു അത് തെറ്റാണെന്ന് വിചാരിച്ചിട്ട് അവൻ ചുമരുകളിൽ എന്ന് പറയുമ്പോൾ ആ ഒരു കാൽ ബീറ്റ് പിന്നെ അവിടെ നിന്ന് മൊത്തം തള്ളുകയാണ് ചെയ്യുന്നത്. ഓർക്കസ്ട്രയായിട്ട് തെറ്റില്ല, കാരണം ഓർക്കസ്ട്ര അടക്കാണ് തള്ളിയിരിക്കുന്നവൻ. ഇത് നേരത്തെ വന്നതാന്ന് വിചാരിച്ചിട്ട് ഇത് നേരത്തെ പാടുന്നതാ. മനസ്സിലായോ? ഇത് എന്താ എന്തൊക്കെ സംഭവിക്കുന്നു ജനം ഇതൊന്നും അറിയുന്നില്ല.